Dear students, in this class we'll study about Ampere's law. Let us first start by finding out what is the curl of B. B is magnetic field. ഈ ഫിഗറിനകത്ത് നമ്മൾ കാണുന്നത് ഒരു ഇൻഫൈനൈറ്റ്ലി സ്ട്രെയിറ്റ് വയർ ആണ് ഈ പോയിന്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ പോയിന്റിലെ വയർ ഈ പ്ലെയിനിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. കറണ്ട് ഈ പ്ലെയിനിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് ലൈൻ എന്ന് പറയുന്നത് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഒരു പോയിന്റ് ആയിട്ടേ കാണുള്ളൂ. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ തമ്പ് നമ്മുടെ നേരെ പോയിന്റ് ചെയ്ത് വെക്കുക റൈറ്റ് ഹാൻഡിൻ്റെ. അപ്പോൾ ഫിംഗേഴ്സ് കേൾ ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. ആ മാഗ്നറ്റിക് ഫീൽഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ചുറ്റുള്ള ഈ സ്പേസിൽ മുഴുവൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിൻ്റെ ഡയറക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. The current is coming out of the page. It is clear that the field has a non-zero curl. കേൾ എന്ന് പറഞ്ഞ വാക്കിൻ്റെ തന്നെ അർത്ഥമാണ് അതിൻ്റെ ഫിസിക്കൽ മീനിങ്ങും, അല്ലേ? അപ്പോൾ കേൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കേൾ ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ അത് നമുക്ക് മാത്തമാറ്റിക്കലി ഡെൽ ക്രോസ് ബി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോൺ സീറോ വാല്യൂ തരും. ഏത് ക്വാണ്ടിറ്റി കേൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഡെൽ ക്രോസ് ഒരു നോൺ സീറോ വാല്യൂ ആയിരിക്കും. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യുന്നത് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ബി അറൗണ്ട് എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് എസ് സെൻറ്റേർഡ് അറ്റ് ദ വയർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ എടുക്കുന്ന സർക്കുലർ പാത്ത്. ഓക്കെ, ഇത് മുഴുവൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. അതിനകത്ത് ഒരു സർക്കിൾ എടുത്തിട്ട് അത് നമ്മുടെ ഇൻ്റഗ്രേഷൻ്റെ പാത്തായിട്ട് കൺസിഡർ ചെയ്യുക. ആ പാത്ത് വയറിൽ നിന്ന് എസ് ഡിസ്റ്റൻസ് അകലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ആയിരിക്കും ഈ എസ്. ഇനി നമുക്ക് ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ബി അറൗണ്ട് ദ സർക്കുലർ പാത്ത്. അപ്പോൾ ബി ഡോട്ട് ഡി എൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ തരുന്ന മാഗ്നറ്റിക് ഫീൽഡ് എസ് ഡിസ്റ്റൻസിൽ എത്രയായിരിക്കും നമുക്കറിയാം. μ0I/2πs. അത് നമ്മൾ ബിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഡി എൽ അങ്ങനെ തന്നെ എഴുതി. പക്ഷെ ഇവിടെ ഒരു ഡോട്ട് പ്രോഡക്റ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഈ ബിയും ഡിയും തമ്മിലുള്ള ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ കേൾ ചെയ്യുകയാണ് ബി. അങ്ങനെ കേൾ ചെയ്യാണ് നമ്മുടെ സർക്കുലർ പാത്തും. അപ്പം ഈ ഒരു പോയിന്റിൽ എടുത്താലും ബിയും ഡി എല്ലും ഒരേ ഡയറക്ഷനിലാണ്. ഈ പോയിന്റ് എടുത്താലും ബിയും ഡിയും ഒരേ ഡയറക്ഷനിലാണ്. ഏത് പോയിന്റ് ഈ ലൂപ്പിൽ എടുത്തിട്ടുണ്ടെങ്കിലും ബിയും ഡിയും ഒരേ ഡയറക്ഷനിലാണ്. ആ ഒരു സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ബിൻ്റെ അതേ ഡയറക്ഷനിലുള്ള സർക്കുലർ ആയിട്ടുള്ളൊരു ലൂപ്പ് ഇൻ്റഗ്രേഷന് കൺസിഡർ ചെയ്തത് തന്നെ. അപ്പോൾ സെയിം ഡയറക്ഷനിലായതുകൊണ്ട് ഈ ഡോട്ട് പ്രോഡക്റ്റ് പോകും എന്ന് പറഞ്ഞാൽ തീറ്റ 0 ആകും എന്നർത്ഥം. ഇനി നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിലേക്ക് നോക്കാം. ഈ സർക്കുലർ പാത്തിൽ ഉടനീളം ഐ ഒരു കോൺസ്റ്റൻ്റ് ആണ്, റേഡിയസ് എസ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ μ0യും 2πയും ഓൾറെഡി കോൺസ്റ്റൻസ് ആണ്. ഐനെയും എസിനെയും μ0നെയും 2πനെയും ഒക്കെ നമുക്ക് ഇൻ്റഗ്രലിന് പുറത്തെടുക്കാം. വാട്ട് റിമെയിൻസ് ഇസ് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഡി എൽ. ഒരു ചെറിയ ലെങ്ത് എലമെൻറ്റിനെ ടോട്ടൽ ലെങ്ത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ വിച്ച് ഇസ് 2πs. ആ 2πsഉം ഈ 2πsഉം ക്യാൻസൽ ആവും. വാട്ട് റിമെയിൻസ് ഇസ് μ0I. സോ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് μ0I. ഇനി നമുക്കൊരു സംശയം തോന്നാം. നമ്മൾ എടുത്ത ലൈൻ ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ടുള്ള പാത്ത് ഇതേപോലെ തന്നെ ഉള്ള ഒരു സർക്കിൾ ആയതുകൊണ്ടാണോ ഇങ്ങനെ ഒരു വാല്യൂ നമുക്ക് കിട്ടിയതെന്ന്. അതിനു വേണ്ടിയിട്ട് ലെറ്റ് us കൺസിഡർ എനി ലൂപ്പ് ഓഫ് ആൻ ആർബിട്രറി ഷേപ്പ്. എന്നിട്ട് ഇതേ സാധനം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എന്തായിരിക്കും കിട്ടുക? ഇഫ് ദ പാത്ത് കൺസിഡേർഡ് ഹിയർ ഇസ് നോട്ട് എ സർക്കിൾ ബട്ട് എനി ആർബിട്രറി ലൂപ്പ് ദാറ്റ് എൻക്ലോസസ് ദ വയർ. ഈ വയറിനെ എൻക്ലോസ് ചെയ്യുന്ന എനി ആർബിട്രറി ലൂപ്പ് ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ബി നമുക്കറിയാം, സ്ട്രെയിറ്റ് ലൈൻ വയർ ക്യാരിങ് കറണ്ട് ആയി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബി മാറുന്നില്ല അല്ലേ? എസ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ നമ്മൾ ഇൻ്റഗ്രേഷന് കൺസിഡർ ചെയ്യുന്ന പാത്ത് എന്ത് തന്നെയാണെങ്കിലും ആ പാത്ത് എസ് ഡിസ്റ്റൻസിലാണ് ഇവിടുന്ന് കിടക്കുന്നതെങ്കിൽ
ബിൻ്റെ വാല്യൂ മാറുന്നില്ല, μ0I/2πs. ഇനി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബിൻ്റെ ഡി എല്ലിൻ്റെ ഡയറക്ഷൻ. കൺസിഡർ ചെയ്തില്ല എന്നല്ല, രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് അതിനെ നമ്മൾ പ്രത്യേകം ഡിനോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിരുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ ലൂപ്പ് എന്തെങ്കിലും ഒരു ഷേപ്പിലും ഈ ബി നല്ല കറക്റ്റ് സർക്കിളും ആയതുകൊണ്ട് നമുക്ക് രണ്ടെണ്ണത്തിൻ്റെയും ഡയറക്ഷൻ ഇതുപോലെ കറക്റ്റായിട്ട് ഡിനോട്ട് ചെയ്യണം, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, സിലിണ്ട്രിക്കൽ കോർഡിനേറ്റിൻ്റെ ആ സർക്കുലാർ ഷേപ്പ്, സർക്കുലാർ ഫേസ്, എൻഡ് ഫേസ് ആണ് ഇതെങ്കിൽ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ എസും ഫൈയും സെഡും ആണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ആ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഈ വയർ ലൈ ചെയ്യുന്ന ആക്സിസ് ആണ്, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിട്ട് ലൈ ചെയ്യുന്ന ആക്സിസ് ആണ് സെഡ് ആക്സിസ്. ഓക്കെ, അപ്പോൾ സിലിണ്ടറിനെ നമ്മൾ സാധാരണ കാണുന്ന ഷേപ്പിലല്ല ഇവിടെ വെച്ചിരിക്കുന്നത്. ആ സിലിണ്ടറിൻ്റെ ഹൈറ്റ് നമ്മളുടെ നേരെ വരുന്നത് പോലെയുള്ള രീതിയിലാണ് ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ കാണുക? ഈ പ്ലെയിനിൽ ഒരു സർക്കിൾ മാത്രമേ കാണുള്ളൂ. ആ സിലിണ്ടറിൻ്റെ സർക്കുലാർ ആയിട്ടുള്ള എൻഡ് ഫേസ് മാത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം സെഡ് എന്ന് പറഞ്ഞ ആക്സിസിൽ നിന്ന് ഏത് പോയിന്റിലേക്കുമുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എസ് എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ സെഡ് ആണ് നമ്മുടെ നേരെ വരുന്നതെങ്കിൽ ഈ പ്ലെയിനിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ദിസ് വിൽ ബി എക്സ് വൈ പ്ലെയിൻ. ഓക്കെ, എക്സ് വൈ പ്ലെയിനിലുള്ള ഈ എക്സ് ആക്സിസിലേക്ക് മേക്ക് ചെയ്യുന്ന എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലൈന് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ഫൈ എന്ന് വിളിച്ചിട്ടുള്ളത് അല്ലേ? അസിമുത്തൽ ആംഗിൾ. ഓർമ്മ വരുന്നില്ലെങ്കിൽ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ആ ലെക്ചർ എടുത്ത് കാണുക, നിങ്ങളെ നോട്ട് റെഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു എസ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈന് ഇങ്ങനെ നീക്കുക എന്ന് വിചാരിക്കുക. ഇങ്ങനെ വട്ടത്തിൽ നീക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ മാറുന്നത്? അവിടെ എന്ത് പാരാമീറ്ററാണ് മാറുന്നത്? സെഡ് മാറുന്നില്ല, സെഡ് ഏതോ ഒരു കോൺസ്റ്റന്റ് വാല്യൂവിൽ നിൽക്കുകയാണ്. എസ് മാറുന്നില്ല, എന്താ മാറുന്നത്? ഫൈ ആണ് മാറുന്നത്. എക്സ് വൈ പ്ലെയിനിലുള്ള എക്സ് ആക്സിസിനോടുള്ള ആംഗിൾ ആണ് മാറുന്നത്, ദാറ്റ് ഇസ് ഫൈ. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് റൊട്ടേഷനിൽ ഫൈ 0 മുതൽ 2π വരെ മാറിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ ഡയറക്ഷനിൽ തന്നെയാണ് ബി ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ബിനെ ഫൈ ക്യാപ്പ് എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്, ബിക്കോസ് എനി പ്രോബ്ലം റിലേറ്റഡ് ടു ദിസ് will have to deal with cylindrical polar coordinates or spherical polar coordinates. So it is very important that you understand how this phi cap came here. Okay, ഇനി നമ്മുടെ ആർബിട്രറി ലൂപ്പാണ് നമ്മൾ ഇവിടെ കിടക്കുന്നത് അല്ലേ? അപ്പോൾ ആർബിട്രറി ലൂപ്പിലാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ആർബിട്രറി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഷേപ്പ് ഉള്ളത് എന്നുള്ള അർത്ഥം, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എനി ഷേപ്പുള്ള ഒരു ലൂപ്പ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അതിൻ്റെ ഡി എല്ലിനെ നമ്മൾ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിൽ ഡിനോട്ട് ചെയ്യണം. എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ഡി എസ് എസ് ക്യാപ്പ് പ്ലസ് എസ് ഡി ഫൈ ഫൈ ക്യാപ്പ് പ്ലസ് ഡി സെഡ് സെഡ് ക്യാപ്പ്. ഓർമ്മ വരുന്നില്ലെങ്കിൽ again go back to your previous notes where we studied cylindrical polar coordinates. Now let us do this integration. Closed line integral b dot dl equal to b നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡി എല്ലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബി ഫൈ ക്യാപ്പിലായതുകൊണ്ട് ഈ ഡോട്ട് പ്രോഡക്റ്റ് ഡി എല്ലിൻ്റെ ഫൈ ക്യാപ്പിലുള്ള കോമ്പണൻറ്റിനെ മാത്രമേ ബാധിക്കുള്ളൂ. ബാക്കി ഫൈ ക്യാപ്പ് ഡോട്ട് എസ് ക്യാപ്പ് 0 ആവും, ഫൈ ക്യാപ്പ് ഡോട്ട് സെഡ് ക്യാപ്പും 0 ആവും. സോ ഈ ഒരു ടേം മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഡി എൽ എന്ന് പറയുന്നത് ഇവിടെ എസ് ഡി ഫൈ മാത്രമായിരിക്കും. ഇവിടെയുള്ള ബിയിലുള്ള μ0നെ ഐനെയും 2πനെയും നമുക്ക് പുറത്തെടുക്കാം. ബാക്കി വരുന്നത് 1/s ആണ്. അതിന് നമ്മൾ ഉള്ളിൽ തന്നെ വെക്കണം, കാരണം ഇൻ്റഗ്രേഷനിൽ എസ് ഇൻവോൾവ് ആണ്. അപ്പോൾ എസ്സിനെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. ഇനി പക്ഷേ വളരെ വലിയൊരു കൺവീനിയൻസ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. 1/sഉം എസും ക്യാൻസൽ ആയിപ്പോവും. ബാക്കി വരുന്നത് ഡി ഫൈ മാത്രമാണ്. അതിനെ ഞാൻ പറഞ്ഞു 0 മുതൽ 2π വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 1 full circle is 360 which corresponds to 2π radians. സോ ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഇസ് ഇൻ്റഗ്രൽ ഡി ഫൈ? ഇറ്റ് വിൽ ബി 5. upper limit will be 2π minus lower limit will be 0. So the whole thing becomes 2π. ആ 2πയും ഈ 2πയും ക്യാൻസൽ ചെയ്ത μ0i ആണ് ബാക്കിയുള്ളത്. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാവുന്നത്? ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് കറണ്ട് ക്യാരിയിങ് വയർ എടുത്തിട്ടുണ്ടെങ്കിൽ
അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മളൊരു ക്ലോസ്ഡ് ലൂപ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൂപ്പ് സർക്കിൾ ആണെങ്കിലും എന്ത് ഷേപ്പുള്ള സാധനമാണ്, സ്ക്വയർ ആണെങ്കിലും ട്രയാങ്കിൾ ആണെങ്കിലും ഒരു പ്രത്യേക ഷേപ്പ് ഇല്ലെങ്കിലും ഒക്കെ ആ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എല്ലിൻ്റെ വാല്യൂ വിൽ ബി μ0I വിച്ച് ഇസ് എ കോൺസ്റ്റൻറ്റ് അല്ലേ. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏത് സർക്കിൾ എടുത്താലും ഏത് ലൂപ്പ് എടുത്താലും ഏത് ഡിസ്റ്റൻസിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഒക്കെ അതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും μ0I. കാരണം I എന്ന് പറയുന്നത് ആ കറണ്ട്, ഈ വയറിൽ കൂടെ പോകുന്ന കറണ്ടാണ്. അത് മാറാത്തിടത്തോളം കാലം ഈ ഒരു ക്വാണ്ടിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് ഇത്രയും നേരം നമ്മൾ മനസ്സിലാക്കിയ കാര്യം. Now suppose we have a bundle of straight wires. ഒരു വയറിന് പകരം അതുപോലെയുള്ള ഒരു കുറേ വയേഴ്സിൻ്റെ ബണ്ടിലാണെങ്കിൽ ഈച്ച് വയർ ദാറ്റ് പാസസ് ത്രൂ ദ ലൂപ്പ് കോൺട്രിബ്യൂട്ട്സ് μ0I. അപ്പോൾ നമുക്കിപ്പോൾ ലൂപ്പിൻ്റെ ഉള്ളിൽ കുറേ വയറുണ്ട്. ഓരോ വയറും ഈ μ0I എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസ് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആൻഡ് ദോസ് ഔട്ട്സൈഡ് കോൺട്രിബ്യൂട്ട് നത്തിങ്. ലൂപ്പിൻ്റെ ഔട്ട്സൈഡിലുള്ള വയറുകൾ ഒന്നും തരുന്നില്ല അല്ല, ലൂപ്പിൻ്റെ ഇൻസൈഡിലാണ് വയറെങ്കിൽ മാത്രമേ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ നമുക്ക് μ0I കിട്ടും. അപ്പോൾ കുറേ വയറുണ്ടെങ്കിൽ കുറേ μ0I കോമ്പണൻസ് ഉണ്ടാവും. അതെല്ലാം കൂടെ ആഡപ്പ് ചെയ്തിട്ട് നമുക്ക് ലൈൻ ഇൻ്റഗ്രലിനെ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ μ0I എൻക്ലോസ്ഡ് എന്ന് എഴുതാം. എത്ര വയറുണ്ടോ ആ വയർ എല്ലാം കൂടി എൻക്ലോസ് ചെയ്യുന്ന കറണ്ടിനെ നമുക്ക് I എൻക്ലോസ്ഡ് എന്ന് എഴുതുകയാണെങ്കിൽ if we have bundle of straight line wires inside the loop, we'll have the line integral equal to μ0I enclosed, where I enclosed stand for the total current enclosed by the integration path. If the flow of charge is represented by volume current density J, then enclosed current is, ഈ I എന്ന് പറയുന്നത് K വെച്ചിട്ടും J വെച്ചിട്ടും ഒക്കെ നമുക്ക് ഡിനോട്ട് ചെയ്യാം, സർഫസ് കറണ്ടും വോളിയം കറണ്ടും ഒക്കെ ആയിട്ട് മാറുന്നതിനനുസരിച്ച്. അപ്പോൾ നമുക്കറിയാം I എൻക്ലോസ്ഡ് Jൻ്റെ ടേംസിൽ ഇൻ്റഗ്രൽ J ഡോട്ട് ഡി എ ആണ്. ഓക്കെ, അതേപോലെ തന്നെ സർഫസ് കറണ്ട് ആണെങ്കിൽ അതിനനുസരിച്ച് K ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഒരു എക്സാമ്പിൾ മാത്രം ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. Now we have studied the fundamental theorem for curls. It is also known as Stokes theorem. What was it? Surface integral del cross V dot dA equal to closed line integral V dot dl. V any vector ആണ്. എനി വെക്ടറിൻ്റെ ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഫോമുലയാണിത് അല്ലേ. അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ സർഫസ് ഇൻ്റഗ്രലാക്കി മാറ്റണമെങ്കിൽ ഈ ഡോട്ട് പ്രോഡക്റ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് വി എന്നുള്ള സാധനത്തിനെ ഡെൽ ക്രോസ് വി ആക്കി മാറ്റിയാൽ മതി. അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ സർഫസ് ഇൻ്റഗ്രലായിട്ട് മാറും. അത് നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇവിടെ നമുക്കുള്ളത് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രലാണ്. അതിന് നമുക്ക് സർഫസ് ഇൻ്റഗ്രലിലേക്ക് മാറ്റാൻ സ്റ്റോക്സ് തിയറം യൂസ് ചെയ്യാം. അപ്ലൈയിങ് സ്റ്റോക്സ് തിയറം ടു ദ ഇക്വേഷൻ, this equation we will have LHS. This LHS becomes equal to dot product നെ അങ്ങനെ തന്നെ വെച്ചു, ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലാക്കി മാറ്റി, വെക്ടറിന് ഡെൽ ക്രോസ് ബി എന്ന് എഴുതി. ഈ ഇൻ്റഗ്രൽ പാത്ത് ആണെങ്കിൽ ഇത് വോളിയമായിട്ട് മാറും. ഓക്കെ, ഇനി LHSനെ നമ്മൾ ഡി എ ഏരിയയുടെ സർഫസ് ഇൻ്റഗ്രലിൻ്റെ ടേംസിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ RHSനെ നമ്മൾ സർഫസിൻ്റെ ടേംസിലേക്ക് മാറ്റുക. We just saw that I enclosed can be written as surface integral J dot dA. സോ ഈ രണ്ട് LHSും RHSും നോക്കിക്കേ, ഇൻ്റഗ്രൽ ഡോട്ട് ഡി എ രണ്ടിടത്തും സെയിം ആണ് അല്ലേ. അപ്പോൾ വി ക്യാൻ റൈറ്റ് ഡെൽ ക്രോസ് ബി ഈക്വൽ ടു μ0J. ഡെൽ ക്രോസ് ബി ഈക്വൽ ടു μ0J. See, this is just another form of what we already have. ഇവിടെയുള്ള ഇക്വേഷനെ സ്റ്റോക്സ് തിയറം യൂസ് ചെയ്ത് മാറ്റി എഴുതിയെന്ന് മാത്രമാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഇവിടെ നോക്കിക്കേ ഇൻ്റഗ്രേഷൻ ആണ്, ഇവിടെ എന്താ നമുക്കുള്ളത് ഡിഫറൻഷിയേഷൻ ആണ്. സോ ദീസ് ടു ഇക്വേഷൻസ് ആർ ഇൻ്റഗ്രൽ ഫോം ആൻഡ് ഡിഫറൻഷ്യൽ ഫോം ഓഫ് ദ സെയിം ഇക്വേഷൻ. Thus കേൾ ഓഫ് ബി ഈക്വൽ ടു μ0J. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്, കേൾ ഓഫ് ബിൻ്റെ ഡെഫിനിറ്റ് വാല്യൂ എന്താണെന്നുള്ളത്. സോ വി ഫൗണ്ട് ദാറ്റ് ആസ് μ0J. Closed line integral B dot dl equal to μ0I enclosed. This is the integral form and this is the differential form of Ampere's law.